കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കാനായിട്ട് മറിയോട് പറഞ്ഞപ്പോഴത്തേക്ക് മറിയ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു എന്താ പറഞ്ഞത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, ഇത്രയേ പറഞ്ഞുള്ളൂ. ബാക്കി യേശു അപ്പോസ്തലന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഈ യേശുവാണ് ക്രിസ്തു എന്ന്. ക്രിസ്തു എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് എന്നാണ് കേട്ടോ, അത് വെളിപ്പാടാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതാണ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയല്ലേ ക്രിസ്തുവിൻ്റെ മുദ്ര. ഓക്കെ, അപ്പോൾ ഈ യേശു തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്നതാണ് അവിടെ പറഞ്ഞത്. അതാണ് മിണ്ടരുത്, ആരോടും പറയരുത് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവിടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ്. ഈ വെളിപ്പാടിന്മേലാണ് സഭ പണിയുന്നത്, പരിശുദ്ധാത്മാവിനാൽ, ക്രിസ്തുവിൽ. അതുപോലെ മറിയോട് എൻ്റെ നാഴിക വന്നിട്ടില്ലെന്ന് പറഞ്ഞപ്പം മറിയയുടെ ഉള്ളിൽ ബാക്കി വചനങ്ങൾ വന്നു. അപ്പോസ്തലപ്രവൃത്തി 5:10, യോഹന്നാൻ സുവിശേഷം 5:19, 30 വായിച്ചു നോക്കുക. പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രൻ സ്വതവേ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും പറയുന്നുമില്ല. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നത്. ഇതെല്ലാം മറിയയുടെ ഉള്ളിൽ ആദ്യമേ ഉണ്ടായിരുന്ന വചനമാണ്. മറിയയ്ക്ക് മനസ്സിലായപ്പോൾ മറിയ ഒരു കാര്യം പറഞ്ഞു. അതിന്ന് മറിയയുടെ പിന്നാലെ പോകുന്ന ഒരു വ്യക്തികളും കേൾക്കുന്നില്ല. വിശുദ്ധ മറിയ അവിടെ വിശുദ്ധ തന്നെയാണ് കേട്ടോ, പരിശുദ്ധ മറിയല്ല, പരിശുദ്ധ. ദൈവം മാത്രം പരിശുദ്ധൻ, കർത്താവെ നീ മാത്രം പരിശുദ്ധൻ, ദൈവം മാത്രം പരിശുദ്ധൻ. ഒരു മനുഷ്യനെ പരിശുദ്ധമാക്കി വെച്ചിരിക്കുന്നു. പിശാചാണ്, എതിർ ക്രിസ്തുവാണ്. ഓക്കെ, അതല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം മറിയ അവിടെ പറഞ്ഞു, അവൻ വല്ലതും പറഞ്ഞാൽ, നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യുവൻ. ഈ മറിയയുടെ പിന്നാലെ പോകുന്ന ഒരു വ്യക്തിയും മറിയ അനുസരിക്കുന്നില്ല. ഇപ്പൊ കത്തോലിക്ക സഭ നിലവിൽ വന്ന് ലോകത്താകമാനം പോയി സുവിശേഷമൊക്കെ അറിയിക്കുന്ന സമയത്ത് ലോകത്താർക്കും ബൈബിൾ ഇല്ലായിരുന്നു. അതിനാൽ ഈ കൂട്ടർ പറയുന്നത് മുഴുവൻ ജനം വിശ്വസിച്ചു. ഇങ്ങനെ എതിർ ക്രിസ്തു സഭയുടെ ഭരണം ഏറ്റെടുത്തതോടെ തികച്ചും അന്ധകാര യുഗമായി. ഇക്കാലത്ത് മരിച്ചുപോയവർക്ക് വേണ്ടിയും മരിച്ചവരോടും വചനവിരുദ്ധമായി പ്രാർത്ഥിച്ചു തുടങ്ങി. മരിച്ചവരുടെ പ്രാർത്ഥനയൊക്കെ ആ സമയത്ത് തുടങ്ങിയത്. വചനം എന്ന് പറയുന്നു നോക്കാം. സഭാപ്രസംഗി 9:5. ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കും എന്നറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. അപ്പൊ മരിച്ചുപോയവരുടെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. മേലാൽ അവർക്കൊരു പ്രതിഫലവുമില്ല, അവരെ ഓർമ്മ വിട്ടുപോകുന്നുവല്ലോ. അവരുടെ സ്നേഹവും ദോഷവും അസൂയയും നശിച്ചുപോയി. സൂര്യന് കീഴിൽ നടക്കുന്ന യാതൊന്നിലും അവർക്കിനി ഒരു ഓഹരിയുമില്ല. സൂര്യന് കീഴിൽ ഇവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരെ മധ്യസ്ഥ വഹിക്കാൻ പറഞ്ഞാൽ അവർക്കൊരു ഓഹരിയില്ല, അവർക്ക് പറ്റുകയില്ല. ഓഹരിയുമില്ല. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നും ഇല്ല. അപ്പോൾ പറയും, നോഹയുടെ കാലത്ത് കർത്താവ് അനുസരണം കെട്ടിട്ട് സുവിശേഷം അറിയിച്ചതോ, അത് ആ സമയത്ത് കർത്താവയുടെ ആത്മക്കണ്ണ് തുറന്നു കൊടുക്കുകയും അല്ലെങ്കിൽ അത് കേൾക്കുവാനും ഗ്രഹിക്കാനും തുറന്നു കൊടുക്കുകയും അവർ പോവുകയും ചെയ്യുകയാണ്. അവർക്കവിടെ പീഡനം. പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും ബദ്ധന്മാരെ വിടുവിക്കാനും യേശു വന്നത്. ഭൂമിക്ക് മുകളിൽ 2 ശുശ്രൂഷ, പല ശുശ്രൂഷ, പ്രധാനമായി 2 ശുശ്രൂഷ. കുരുടർക്ക് കാഴ്ചയും, വ്യർത്ഥമായി കുരുടന് കാഴ്ച കൊടുക്കാനല്ല. ഇന്നത്തെ ബൈബിൾ പണ്ഡിതന്മാർ ആത്മീക കാഴ്ചപ്പാടില്ലാതിരിക്കുന്നത് പോലെ യേശുവിൻ്റെ കാലത്ത് ആത്മീക അന്ധന്മാരായിരുന്ന പുരോഹിത വർഗത്തിന് കാഴ്ച കൊടുക്കാൻ യേശു വന്നത്. അത് യെശയ്യാ പ്രവാചകൻ വായിച്ചിട്ട് പുസ്തകം മടക്കി തിരിച്ചു കൊടുത്തു. ഇനി പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് പറഞ്ഞു, ഞാൻ തന്നെ എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. അവർക്ക് മനസ്സിലായില്ല. അതുപോലെ ഇന്ന് പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തു പത്രോസിലൂടെ സംസാരിച്ചിരിക്കുന്നു. ഇനി പത്രോസിനെ കേൾക്കാൻ യേശു പറഞ്ഞിട്ട് പോയിരിക്കുന്നു. ഇന്നത്തെ ആത്മീക അന്ധരായ ഈ പുരോഹിതവർഗവും വിശ്വാസികളും പത്രോസ് എന്ന ജഡം നോക്കിയിട്ട് ജഡീക മനുഷ്യർ പറയുന്നു, ഇത് യേശു ക്രിസ്തു അല്ല, ഇത് പരിശുദ്ധാത്മാവല്ല, ഇത് പത്രോസ് പറഞ്ഞതാ. ആത്മക്കണ്ണ് അടഞ്ഞുപോയി. കുരുടർക്ക് കാഴ്ച കൊടുക്കാനാണ് കർത്താവ് ഇന്ന് എന്നെ പോലുള്ളവരെ ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങളത് വിശ്വസിക്കുന്നത് നിങ്ങളെയും കർത്താവ് ഉപയോഗിക്കും. അപ്പോൾ ഭൂമിക്ക് മുകളിൽ 2 ശുശ്രൂഷയും ഭൂമിക്കടിയിൽ 2 ശുശ്രൂഷയും ചെയ്യാനാണ് കർത്താവ് വന്നത്. വേറെ ഉണ്ട്. ഭൂമിക്കടിയിൽ ബദ്ധന്മാരെ, പരദീസയിലുള്ളവരെ കൊണ്ടുപോയി ബദ്ധന്മാർ കർത്താവിൻ്റെ വചന നിമിത്തം സഹിഷ്ണുതയോടെ വിശ്വസിച്ച് ജീവിച്ച് മരിച്ചുപോയവർ പരദീസയിൽ നിന്ന് അവർ ബദ്ധന്മാരായിരുന്നു, ബന്ധപ്പെട്ട ക്രിസ്തുവിന് വേണ്ടി. അവരെ കൊണ്ടുപോയി പിന്നെ പീഡിതന്മാർ, അനുസരണം കെട്ടവർ, പിശാച് പീഡിപ്പിച്ചിട്ടിരുന്നു, അവരെ അടുത്തും ചെന്ന് സുവിശേഷം അറിയിച്ചു. ഓക്കെ, അതിൻ്റെ വലിയൊരു ശുശ്രൂഷ ഞാൻ ചെയ്ത് വചനം സംസാരിച്ചിട്ടുണ്ട്, താല്പര്യമുള്ള വരിക. അടുത്ത് യശയ്യാ പ്രവാചകന്റെ 8:19 പറയുന്നത്, വെളിച്ചപ്പാടന്മാരോട് ചെലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളോടും അരുളപ്പാട് ചോദിപ്പിൻ എന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്, ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ അപേക്ഷിക്കുന്നത്. ആ കാലത്ത് വന്ന ദുരുപദേശമായിരുന്നു. സങ്കീർത്തനം 115:17 പറയുന്നു, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആ യഹോവയെ സ്തുതിക്കുന്നില്ല. 2 കൂട്ടർ. ജീവിച്ചിരുന്ന് വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നവർ മൗനതയിൽ ഇറങ്ങിയവരാ. ആ കർത്താവിൻ്റെ അതത് കാലത്തിൻ്റെ ദൈവത്തിൻ്റെ വെളിപ്പാട് കേൾക്കാതെ വിശ്വസിക്കാതെ പഴയതിലേക്ക് വിശ്വസിച്ച് പോയവരെല്ലാം മരിച്ചു പോയവരാ. അവർക്ക് 2ാം മരണത്തിൽ കാര്യമുണ്ട്. ഈ മൗനതയിൽ ഇറങ്ങിയവർ 1ാമത്തെ മരണം കഴിഞ്ഞു, ഇനി 2ാം മരണത്തിൽ കാര്യമില്ല. അപ്പോൾ അങ്ങനെ വിശുദ്ധയായ മറിയ പോലും ദൈവത്തെ സ്തുതിക്കുന്നില്ല, ഓർമ്മയില്ല, മേലാൽ ഓർമ്മയില്ല, ഒന്നുമില്ല. അപ്പം നമ്മൾ പറയുന്നതൊക്കെ കേട്ടിട്ട് ദൈവത്തോട് അപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എത്ര മണ്ടത്തരമാണ്. പിശാച് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതാ.
ഓക്കെ. ഈ വക സാത്താന്യ ആരാധനകളെയും ദുരുപദേശത്തെയും മലിന വിഗ്രഹങ്ങളെയും എതിർത്തവരെ സഭ നൂറ്റാണ്ടുകളോളം ആഹാരവും വെള്ളവും ജീവിത സാഹചര്യവും നൽകാതെ അടിമകളാക്കി സാത്താന്റെ പുരോഹിതന്മാർ ജനത്തെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. ആ കാലത്ത് വലിയ വലിയ തിയേറ്ററുകളിൽ മൃഗങ്ങളെ കാഴ്ചകളോളം പട്ടിണിക്കിട്ടിട്ട് ഈ മനുഷ്യരെ യേശുക്രിസ്തു നാമത്തിൽ വിശ്വസിക്കുന്ന ജനത്തെ അവിടേക്ക് തുറന്നു വിട്ടിട്ട് ഈ മൃഗങ്ങളെ തുറന്നു വിടും. അവർ വന്ന് തന്നെ കടിച്ചു കീറി കൊന്നുകളയും. നോക്കൂ, അപ്പം അവർ ഗർഭിണികളുടെ വയറ് കീറി കുഞ്ഞിനെ പുറത്തെടുക്കും. ഇങ്ങനെ ഒരുപാട് മൃഗീയമായ പീഡന യേശുക്രിസ്തു നാമത്തിൽ നീ എൻ്റെ നാമം നിഷേധിച്ചില്ല എന്നൊരു നന്മ നിനക്കുണ്ട് എന്ന് പറഞ്ഞത്. അന്നും ഇന്നും നിങ്ങളും സഭയിലായിരിക്കുമ്പോൾ ഈ നാമത്തെ മുറുകെ പറ്റിയിരിക്കുന്നുവെങ്കിൽ നാമത്തിൽ നിൽക്കാതെ എതിർ ക്രിസ്തുക്കളുടെ ഉപദേശത്തിൽ അനേകം തെറ്റുകളാണ്. പെന്തക്കോസ്ത് സഭകളും എല്ലാ സഭകളും പഠിപ്പിക്കുന്ന ഒരുപാട് വചനങ്ങൾ തെറ്റുണ്ട്. ശരി, അത് കുറച്ച് സംസാരിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ വന്നാൽ അവർക്ക് അയച്ചു തരാം. ഓക്കെ.